സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. റബ്ബ് തആല പറഞ്ഞു, സാബിഖൂ, നിങ്ങൾ മുന്നോട്ട് വരണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരണം. അല്ലാഹുവിൽ നിന്ന് മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷെ അത് പറഞ്ഞാൽ ആളുകൾ സ്വീകരിക്കുമോ എന്നറിയില്ല. എന്നാലും ബാധ്യത എന്ന നിലക്ക് പറയട്ടെ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റുള്ള ആളുകളിൽ നിന്ന് ഉണ്ടായിത്തീർന്ന അബദ്ധങ്ങൾ, അപക്വമായ വാക്കുകളും ശൈലികളും മാപ്പ് ചെയ്തു കൊടുക്കുക. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ വലിയൊരു മാർഗമാണ് സഹോദരങ്ങളെ. അത് നമ്മുടെ കൂട്ടുകാരും നമ്മുടെ കുടുംബക്കാരിൽ നിന്നും ഒരുപാട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വാക്കുകളും അവസ്ഥകളും വന്നേക്കാം. ജീവിതത്തിൽ എല്ലാവരും ഒരേ രൂപത്തിലല്ലല്ലോ, ഒരേ ഭാവത്തിലല്ലല്ലോ. പലരും പല രൂപത്തിലും പല സ്വഭാവത്തിലുമല്ലേ. അപക്വമായ ചില വർത്തമാനങ്ങള്, ചില സംസാരങ്ങള്, ചില ചെയ്തികള് നമുക്ക് ഇഷ്ടപ്പെടാത്തത് വന്നേക്കാം. അത് മാപ്പാക്കി കൊടുക്കുന്നിടത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്. റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അതാണ്. അതുകൊണ്ടല്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്ത ഏറ്റവും നല്ല വഴിയും അത് തന്നെയല്ലേ? കൂക്കി വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് കല്ലെറിഞ്ഞ് ഒന്നും സ്വീകരിക്കാതെ ത്വായിഫിന്റെ തെരുവീതിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം കുടുംബക്കാര് തന്നെ വേട്ടയാടിയപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി, അല്ലാഹുമ്മ ഹ്ദി ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എന്റെ കൗമിന് നീ മാപ്പ് കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. വിവരമില്ലാത്തവരാണല്ലോ, അവർക്ക് അറിവെത്തുമ്പോ വിവേകമെത്തുമ്പോ കാര്യം മനസ്സിലാക്കി അവര് നിന്റെ മാർഗത്തിലേക്ക് വന്നുകൊള്ളും. മാപ്പ് കൊടുക്കണേ അല്ലാ.